ഹായ് വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOC 135 കമ്പനി ലോ യൂണിറ്റ് 8 പ്രോസ്പെക്ട്സ്. എന്താണ് പ്രോസ്പെക്ട്സ് എന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഏതൊരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാലുള്ള വളരെ പ്രധാനപ്പെട്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് റൺ ചെയ്തതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഷെയർ ക്യാപിറ്റലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പബ്ലിക് കമ്പനിക്ക് അത് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില കമ്പനികൾ അത് ചെയ്യാതെ പ്രൈവറ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതുമുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഡോക്യുമെൻ്റാണ് നമുക്ക് ഷെയർ പബ്ലിക്കിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. പബ്ലിക്കിനെ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഷെയറോ ഡിബെഞ്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസോ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി, പബ്ലിക് അത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ നമ്മളെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? ഇത് നമ്മുടെ കമ്പനിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, കമ്പനിയുടെ ബിസിനസ് എന്താണെന്നും, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നും, ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് എന്താണെന്നും, ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്താണെന്നൊക്കെ ഈ പ്രോസ്പെക്ട്സിൽ അടങ്ങിയിട്ടുണ്ടാവും. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് ഏതൊരു കമ്പനി ആക്ട് 2013 പ്രകാരം എനി ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ആസ് പ്രോസ്പെക്ട്, ഏതൊരു ഡോക്യുമെൻറ്റും അതുപോലെ പ്രോസ്പെക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നതുമായിട്ടുള്ള ഏതൊന്നിനെയും പ്രോസ്പെക്ട്സ് എന്ന് വിളിക്കും. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കണം? അത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എനി അതർ ഡോക്യുമെൻറ്റ് ദാറ്റ് ഇൻവൈറ്റ്സ് ഓഫർ ഫ്രം ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഓർ പർച്ചേസ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. ഏതൊരു ഡോക്യുമെൻറ്റിനെയും പ്രോസ്പെക്ട്സ് ആയിട്ട് കണക്കാക്കുന്നു. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കണം? അതൊന്നെങ്കിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. അത് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കിനെ ഓഫർ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. ഇതിനൊക്കെയാണ് പ്രോസ്പെക്ട്സ് എന്ന് വിളിക്കുന്നത്. A prospect is an invitation to the public to make offer to subscribe to the company's securities. പ്രോസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷനാണ്, പബ്ലിക്കിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്. ഓഫർ ടു സബ്സ്ക്രൈബ് ദ കമ്പനി സെക്യൂരിറ്റീസ്, കമ്പനിയുടെ സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർ, ഡിബെഞ്ചേഴ്സ് എന്നിവ ഓഫർ ചെയ്യുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ടുള്ള ഓഫേഴ്സ് നൽകുന്ന ഒരു ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓഫർ ഇറ്റ്സെൽഫ് ബട്ട് ആൻ ഇൻവിറ്റേഷൻ ടു മേക്ക് ഓഫർ. ഇതൊരു ഓഫർ അല്ല, പക്ഷേ ഒരു ഇൻവിറ്റേഷനാണ്. ഓഫർ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇൻവൈറ്റ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് അപ്ലിക്കേഷൻ ടു ബൈ ഷെയർസ്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും, അവർ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും ഷെയർസ് വാങ്ങുന്നതിന് വേണ്ടി. ദ ഓഫർ ടു ദ പബ്ലിക് ക്യാൻ ബി മെയ്ഡ് ത്രൂ വാരിയസ് മീൻസ് സച്ച് ആസ് അഡ്വർടൈസ്മെൻറ്റ്, സർക്കുലേഴ്സ് ഓർ നോട്ടീസ്. നമുക്ക് ഈ ഓഫർ ടു പബ്ലിക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം? അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ടും, സർക്കുലേഴ്സ് വഴിയും, അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിട്ടും നമുക്ക് പബ്ലിക്കിലേക്ക് ഇത് ഓഫർ ചെയ്യാവുന്നതാണ്. ക്രൈറ്റീരിയ ഫോർ ഡോക്യുമെൻറ്റ് ടു ബി പ്രോസ്പെക്ട്സ്. ഒരു ഡോക്യുമെൻറ്റ് പ്രോസ്പെക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്? ഇറ്റ് മസ്റ്റ് ഇൻവൈറ്റ് സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത് തീർച്ചയായിട്ടും ഇൻവിറ്റേഷൻ ആയിരിക്കണം പബ്ലിക്കിലേക്കുള്ള. എന്തിനു വേണ്ടി? നമ്മുടെ ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കണം. സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്. This invitation must be made to the public. ഇത് പബ്ലിക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കണം. പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഓർ ഓഫേഴ്സ് ടു ലിമിറ്റഡ് ഗ്രൂപ്പ് ആർ നോട്ട് കൺസിഡർ ആസ് എ പബ്ലിക് ഓഫർ. ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ആൾക്കാരോട് മാത്രം പറഞ്ഞ ലിമിറ്റഡ് ഗ്രൂപ്പിൽ മാത്രമുള്ള ഒരു ഇൻവിറ്റേഷൻ ആണെങ്കിൽ, അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന് പബ്ലിക് ഓഫറായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ട്സിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫർമേഷൻ. SEBIയും
അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള SEBIയും സെൻട്രൽ ഗവൺമെൻറ്റും നേരത്തെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രോസ്പെക്ട്സിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ദി ഇൻഫർമേഷൻ ഷുഡ് ബി കവർ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, മാനേജ്മെൻറ്റ്, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഈ ഇൻഫർമേഷൻ എന്തൊക്കെ ഉണ്ടാവും? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാവും, ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും, മാനേജ്മെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഇത്തരം കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. റിപ്പോർട്ട്സ്. ദ പ്രോസ്പെക്ട് മസ്റ്റ് ഇൻക്ലൂഡ് റിപ്പോർട്ട്സ് ഓൺ ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഓപ്പറേഷൻ ആൻഡ് അതർ മാറ്റേഴ്സ് ഇറലവൻറ്റ് ടു ദ പബ്ലിക് ഓഫറിംഗ്. എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും ഓപ്പറേഷൻസിനെ കുറിച്ചും അതുപോലെ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഡിക്ലറേഷൻ. എ ഡിക്ലറേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റിംഗ് കംപ്ലയൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് ആൻഡ് അതർ റെലവൻറ്റ് ലോസ് ഇൻക്ലൂഡിംഗ് സെക്യൂരിറ്റി കോൺട്രാക്ട്സ്, റെഗുലേഷൻസ് ആക്ട്, SEBI റെഗുലേഷൻസ്. ഇവിടെ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്ത് പ്രൊവിഷൻസ്, അവിടെ എന്ത് കമ്പനി ആക്ട് പ്രകാരമുള്ള എന്ത് നിബന്ധനകൾ ഉണ്ടെങ്കിലും അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഡിക്ലറേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഇതിനകത്ത് പ്രോസ്പെക്ട്സിലും. എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലോ അവിടെ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ്, SEBI റെഗുലേഷൻസ്, അങ്ങനത്തെ എന്തെങ്കിലും നിയന്ത്രണങ്ങളും കാര്യങ്ങളും കമ്പനിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോസ്പെക്ട്സിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. Expert statements. If the prospects include reports from the experts, if the prospects includes reports from experts such as engineers, valuers, account, etc., the expert must not have been involved in the company's promotion, formation or management. They must provide a written consent for the conclusion of their statement. ഇവിടെ പറയുന്ന എക്സ്പേർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിലടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? എൻജിനീയേഴ്സ്, വാല്യൂവേഴ്സ്, അക്കൗണ്ടൻസ് മുതലായ എക്സ്പേർട്സിൻ്റെ ഒരു റിപ്പോർട്ട്സ്. ഈ റിപ്പോർട്ട്സ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനകത്തുണ്ടാവും? ഈ പ്രോസ്പെക്ട്സിൽ അടങ്ങിയിട്ടുണ്ടാവും. ഈ എക്സ്പേർട്സ് ഒരിക്കലും കമ്പനിയുടെ പ്രൊമോഷനിൽ ഇൻവോൾവ്ഡ് ആയിരിക്കാൻ പാടില്ല, ഫോർമേഷനിലോ മാനേജ്മെൻറ്റിലോ ഇൻവോൾവ്ഡ്. ദ എക്സ്പേർട്ട് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ദ കമ്പനീസ് പ്രൊമോഷൻ, ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ്. ഈ എക്സ്പേർട്സ് എന്താകാൻ പാടില്ല? കമ്പനിയുടെ പ്രൊമോഷനോ ഫോർമേഷനോ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർ ഇൻവോൾവ്ഡ് ആയിരിക്കാൻ പാടില്ല. ദേ മസ്റ്റ് പ്രൊവൈഡ് റിട്ടൺ കൺസെൻറ്റ്. അവരുടെ റിട്ടൺ കൺസെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം ഫോർ ഇൻക്ലൂഷൻ ഓഫ് ദർ സ്റ്റേറ്റ്മെൻറ്റ്. എക്സംഷൻസ് ഫ്രം ദ കണ്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ഇഷ്യൂ. വെൻ ഷെയർ ഓർ ഡിബഞ്ചേഴ്സ് ആർ ഓഫർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് റൈറ്റ് ഇഷ്യൂ, ദർ ഈസ് നോ നീഡ് ഫോർ ഫുൾ പ്രോസ്പെക്ട്സ്. ഇവിടെ പറയുന്നത് വെൻ ഷെയർ ഓർ ഡിബഞ്ചർ ആർ ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡറിനോ ഈ ഷെയറോ ഡിബഞ്ചറോ നമ്മൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ പ്രോസ്പെക്ട്സിൻ്റെ ആവശ്യമില്ല. യൂണിഫോം ഷെയർസ് ഓർ ഡിബഞ്ചർ. വെൻ ഷെയർ ഓർ ഡിബഞ്ചേഴ്സ് ആർ ഐഡൻറ്റിക്കൽ ടു ദിസ് ഓൾറെഡി ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഓൾറെഡി ഡിബഞ്ചറും ഷെയർസും ഐഡൻറ്റിക്കൽ ആണ്, അതുപോലെ അത് ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോസ്പെക്ട്സിൻ്റെ ഫുൾ പ്രോസ്പെക്ട്സിൻ്റെ ആവശ്യമില്ല. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഓഫ് ഇഷ്യൂയിങ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് ഇറക്കുന്ന നിയമപരമായ ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. Dating of prospects. The prospects must be dated and this date will be considered the date of publication. ഈ പ്രോസ്പെക്ട്സ് നിയമപരമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ഓഫ് ദ പ്രോസ്പെക്ട്സിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡേറ്റ് വിൽ ബി കൺസിഡർ ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ. അത് പബ്ലിക്കേഷൻ്റെ ഡേറ്റ് ആയിട്ട് അതിന് കൺസിഡർ ചെയ്യും. രജിസ്ട്രേഷൻ. ദ പ്രോസ്പെക്ട് മസ്റ്റ് ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഈ പ്രോസ്പെക്ട്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയിലേക്ക് ഡെലിവേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിഫോർ ഇറ്റ് പബ്ലിക്കേഷൻ. ഇത് പബ്ലിക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ROCയിലേക്ക് ഇത് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ പ്രോസ്പെക്ട് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ ഡയറക്ടേഴ്സ് ഓർ പ്രൊപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഓർ ദെയർ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇവിടെ പറയുന്നത് ഒന്നെങ്കിൽ പ്രോസ്പെക്ട്സ് കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ തന്നെ ഇത് അധികാരപ്പെട്ട ആൾക്കാർ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റെഫ്യൂസൽ ടു രജിസ്ട്രാർ. ദ രജിസ്ട്രാർ ക്യാൻ റെഫ്യൂസ് ദ രജിസ്റ്റർ ദ പ്രോസ്പെക്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡേറ്റഡ്, it does not contain required information such as the expert consent or the necessary declaration. It is not signed by all proposed directors.
ഇവിടെ പറയുന്നത് രജിസ്ട്രാറിന് വേണമെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും റെഫ്യൂസ് ചെയ്യാം, അത് വേണ്ടാന്ന് വെക്കാം. കാരണം അത് വേണമെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാം. എന്തൊക്കെ കാരണം കൊണ്ട്? ഈ പ്രോസ്പെക്ട്സിൽ കറക്റ്റായിട്ട് ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, അതിന് ആവശ്യമായിട്ട് ഇൻഫർമേഷൻസ് ഇതിനകത്ത് ആ പ്രോസ്പെക്റ്റിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പേർട്സിൻ്റെ കൺസെൻറ്റ് പോലും മുതലായ കാര്യങ്ങളില്ലെങ്കിൽ, അതിന് ആവശ്യമായിട്ട് ഡിക്ലറേഷനും അതുപോലെ പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സിൻ്റെ സൈനും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങളുടെ അഭാവത്തിൽ രജിസ്ട്രാർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ്. If the prospect does not comply with the statutory requirements, the company may face fine ranging from 50,000 to 3 lakhs. ഇവിടെ പറയുന്നത് ഇവിടെ നിയമപരമായി ഇത് പ്രോസ്പെക്ട്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കമ്പനിയിൽ വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ പെനാൽറ്റി ചുമത്താം. എന്താണ്? നമുക്ക് കമ്പനി മേ ഫേസ് ഫൈൻ റേഞ്ചിങ് ഫ്രം ഫൈൻ നൽകാവുന്നതാണ്. പെനാൽറ്റി ആയിട്ട് എന്താണ് 50,000 തൊട്ടിട്ട് 3 lakh വരെയുള്ള പിഴ ചുമത്താൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കമ്പനി അവരുടെ പ്രോസ്പെക്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിഴ ചുമത്താൻ 50,000 to 3 lakhs വരെയുള്ള പിഴ നൽകേണ്ടതായിട്ട് വരും. പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ദ നോൺ കംപ്ലൈൻറ്റ് പ്രോസസ് മേ ഫേസ് ഇംപ്രിസൺമെൻറ്റ് for up to 3 years or fine ranging from 50,000 to 3 lakhs. ആരാണോ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഈ പ്രോസ്പെക്ട്സ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഈ പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വ്യക്തി 3 വർഷം വരെ തടവിലിടാനും അതുപോലെ 50,000 to 3 lakhs വരെ ഫൈൻ നൽകാനും ബാധ്യസ്ഥനാണ്. When a prospect is not required, prospects ആവശ്യമില്ലാത്ത അവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ്. A prospect is not required to be issued the following cases. Private company. A private company is not required issuing a prospects. Private കമ്പനിക്ക് ഒരിക്കലും പബ്ലിക് കമ്പനിയിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോസ്പെക്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനി ഈസ് നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ട്സ്. അതുപോലെ പബ്ലിക് കമ്പനി വിത്ത് എ പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ്. ഇഫ് ദ പ്രൊമോട്ടർ ഓർ ഡയറക്ടർ ഓഫ് എ പബ്ലിക് കമ്പനി റൈസ് ഫണ്ട് ത്രൂ ദ പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ്, എക്സാമ്പിൾ പേഴ്സണൽ കോൺടാക്ട്സ്, ദേ മേ നോട്ട് നീഡ് ഇഷ്യൂ പ്രോസ്പെക്ട്സ്. ഇവിടെ പബ്ലിക് കമ്പനിയാണ്, പക്ഷേ അവർക്ക് പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും അവരുടെ പ്രൈവറ്റ് അറേഞ്ച്മെൻറ്റ്സ്, പ്രൈവറ്റ് റിലേഷൻസൊക്കെ വെച്ചിട്ട്, പേഴ്സണൽ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഫണ്ട് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കിലേക്ക് ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്സ് ഇഷ്യൂസ്. എ കമ്പനി ഇഷ്യൂയിങ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ത്രൂ റൈറ്റ്സ് ഇഷ്യൂ ഡസ് നോട്ട് നീഡ് ഇഷ്യൂ ഫുൾ പ്രോസ്പെക്ട്സ്. കമ്പനി അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ടു ഇഷ്യൂ, അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ത്രൂ റൈറ്റ്സ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ടു ഇഷ്യൂ വെച്ചിട്ട് അവർക്ക് ഷെയർസ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടുള്ളൊരു പ്രോസ്പെക്ട്സിൻ്റെ ആവശ്യമില്ല. യൂണിഫോം ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. ഇഫ് ദ ന്യൂ ഷെയർ ഓർ ഡിബെഞ്ചേഴ്സ് ആർ ഐഡൻറ്റിക്കൽ, നമ്മൾ മുകളിൽ പറഞ്ഞു പോയെന്ന് തോന്നുന്നത്, ആൻഡ് ഓൾറെഡി ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓൾറെഡി ഉള്ള ഷെയറും ഡിബെഞ്ചറും ആണെങ്കിൽ അതിനും പ്രോസ്പെക്ട്സിൻ്റെ ആവശ്യമില്ല. അടുത്ത ഇനി കുറച്ച് പ്രോസ്പെക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡീംഡ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അവർ ഡയറക്റ്റ് പ്രോസ്പെക്ട്സ് ഇറക്കില്ല, പകരം ഇഷ്യൂ ഹൗസ് ആണ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഷെയറും ഡിബെഞ്ചറും ഒക്കെ പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യുന്നത് ആരാണ്? ഇഷ്യൂ ഹൗസ് ആണ്. ദ ഇഷ്യൂ ഹൗസ് സെൽ ദ ഷെയർ ഓർ ഡിബെഞ്ചേഴ്സ് ടു ദ പബ്ലിക്, ബട്ട് ദ കമ്പനി ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ഇഷ്യൂ പ്രോസ്പെക്ട്സ് ഡയറക്ട്ലി. ഇഷ്യൂ ഹൗസാണ് ഒരു കമ്പനിയുടെ ഡിബെഞ്ചേഴ്സും ഷെയറും ഒക്കെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു കമ്പനി ഒരിക്കലും അതിൻ്റെ പ്രോസ്പെക്ട്സ് ഡയറക്ട്ലി ഇഷ്യൂ ചെയ്യുന്നില്ല. When a company allots share or debentures with a view to those securities being offered for sale to the public, any document issued by the issue house will be considered as a deemed prospectus. ഇവിടെ പറയുന്നത് കമ്പനി ഓൾറെഡി അവരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഷെയറിൻ്റെയും അതുപോലെ ഡിബെഞ്ചറിൻ്റെയും മുകളിൽ അലോട്ട്മെൻറ്റ് അനുവദിക്കുകയും അതിന് വേണ്ടി ഇഷ്യൂ ഹൗസ് പബ്ലിക്കിലേക്ക് എനി ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ഇഷ്യൂ ഹൗസ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ
എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഡീംഡ് പ്രോസ്പെക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഡീംഡ് പ്രോസ്പെക്ട്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ദ നെറ്റ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ദ കമ്പനി ഉണ്ടായിരിക്കണം. ദ പ്ലേസ് ആൻഡ് ടൈം വേർ ദ കോൺട്രാക്ട് റിലേറ്റഡ് ടു ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ്. ഇത്രയും കാര്യങ്ങൾ ഈ ഡീംഡ് പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കണം. അടുത്ത ഷെൽഫ് പ്രോസ്പെക്ട്സ്. ഷെൽഫ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എ ഷെൽഫ് പ്രോസ്പെക്ട്സ് ഈസ് എ പ്രോസ്പെക്ട്സ് ദാറ്റ് കവേഴ്സ് മൾട്ടിപ്പിൾ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് വിത്തൗട്ട് the need of new prospects each time. The concept is particularly useful for companies that frequently raise capital. ഇവിടെ പറയുന്നത് ഓരോ ടൈമിലും നമ്മൾ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് പുതിയ നമ്മൾക്ക് പുതിയ പ്രോസ്പെക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസ്പെക്ട്സ് തന്നെ നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയ പ്രോസ്പെക്ട്സ് തന്നെ മൾട്ടിപ്പിൾ ഇഷ്യൂ സെക്യൂരിറ്റീസ് നമ്മൾ മൾട്ടിപ്പിളായിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ഒരു പ്രോസ്പെക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിത്തൗട്ട് ദ നീഡ് ഓഫ് ന്യൂ പ്രോസ്പെക്ട് ഫോർ ഈച്ച് ടൈം. ഓരോ ടൈമിൽ നമ്മൾ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് നമ്മൾ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓരോ ടൈമിലും ഓരോ പ്രോസ്പെക്ട്സിന് ആവശ്യമില്ല. ഒരു പ്രോസ്പെക്റ്റ് തന്നെ അത് കവർ ചെയ്യും. ഒരു പ്രോസ്പെക്റ്റ് തന്നെ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസിന് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് കൺസെപ്റ്റ് പെർട്ടിക്കുലർ യൂസ്ഫുൾ ഫോർ കമ്പനീസ് ദാറ്റ് ഫ്രീക്വൻറ്റ് റേസ് ക്യാപിറ്റൽ. ഈ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ആർക്കാണ് അനുയോജ്യമാകുന്നത്? ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടി ഷെയർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന കമ്പനികൾക്ക് പറ്റിയൊരു കൺസെപ്റ്റാണ് ഷെൽഫ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദിസ് ഷെൽഫ് പ്രോസ്പെക്ട്സ് ഈസ് വാലിഡ് ഫോർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓഫറിംഗ്. ഇതിൻ്റെ ഈ പ്രോസ്പെക്ട്സിന് 1 year കാലാവധി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്. അത് ഇഷ്യൂ ചെയ്ത് തൊട്ടിട്ട് ഒരു 1 year വരെ ഈ പ്രോസ്പെക്ട്സിന് വാലിഡിറ്റി ഉണ്ട്. ഫോർ സബ്സിക്വൻറ്റ് ഓഫറിംഗ് ദ കമ്പനി മസ്റ്റ് ഫയൽ ആൻഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം. ഇനി എന്തെങ്കിലും കൂടുതൽ ഓഫറിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്യണം വിത്ത് രജിസ്ട്രാർ വെച്ചിട്ട് വിച്ച് അപ്ഡേറ്റ്സ് എനി മെറ്റീരിയൽ ചേഞ്ചസ് സിൻസ് ദ ഫസ്റ്റ് ഓഫറിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് സെക്യൂരിറ്റീസ് വിൽക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് ഇങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ടൈമിലും പുതിയ പ്രോസ്പെക്ട്സ് ഉണ്ടാക്കേണ്ട ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ പ്രോസ്പെക്ട്സ് തന്നെ മതിയാവും. ഇനി അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഫയൽ ചെയ്ത് രജിസ്ട്രാറെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കുക. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻ മെമ്മോറാണ്ടം രജിസ്ട്രാർ വെച്ച് ഫയൽ ചെയ്യുക. The shelf prospects and information memorandum together constitute the official prospect for the subsequent offers. ഷെൽഫ് പ്രോസ്പെക്ട്സും ഇൻഫർമേഷൻ മെമ്മോറാണ്ടവും ഒരുമിച്ച് ടുഗെദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഒഫീഷ്യൽ പ്രോസ്പെക്ട് ഓഫ് ദ സബ്സിക്വൻറ്റ് ഓഫർ. അതിനൊരു രണ്ടിനും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പ്രോസ്പെക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഫോർ ദ സബ്സിക്വൻറ്റ് ഓഫർ. അടുത്ത റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ is a primarily version of the prospect that does not specify the price or number of securities to be offered. ഇത് ഒരു തരത്തിലുള്ള പ്രോസ്പെക്ട്സ് ആണ്. അതിനകത്ത് പ്രൈസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസോ ഒരിക്കലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള പ്രോസ്പെക്ട്സ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ദ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് മസ്റ്റ് ബി ഫൈൽഡ് അറ്റ്ലീസ്റ്റ് 3 days ബിഫോർ ദ ഓപ്പണിംഗ് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് 3 ദിവസത്തിന് മുമ്പെങ്കിലും ഇത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 3 ദിവസത്തിന് മുമ്പെങ്കിലും ഇത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. വൺസ് ദ ഓഫർ ക്ലോസസ് ദ ഫൈനൽ പ്രോസ്പെക്ട്സ് വിൽ ബി ഫയൽഡ് ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽസ് ലൈക്ക് ടോട്ടൽ എമൗണ്ട് റൈസ്ഡ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ്. ഓഫർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ the final prospects will be filed including details like total amount raised and final price of the securities. പ്രോസ്പെക്ട്സ് ഫൈനൽ പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിരിക്കും. അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും? ടോട്ടൽ എമൗണ്ട് റൈസ്ഡ് ആൻഡ് എത്രത്തോളം എമൗണ്ട് റൈസ് ചെയ്തിട്ടുണ്ടെന്നും ഫൈനൽ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റിയുടെ ഫൈനൽ പ്രൈസ് എന്താണെന്നും ഈ ഇൻഫർമേഷനിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അടുത്ത മിനിമം സബ്സ്ക്രിപ്ഷൻ. നോ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ക്യാൻ ബി മെയ്ഡ് അൺലെസ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ മെൻഷൻഡ് ഇൻ ദ പ്രോസ്പെക്ട്സ് ഈസ് മെറ്റ്. നമ്മളിത് കോസ്റ്റ് അക്കൗണ്ടോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലായിട്ടും ഇത് പഠിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. നോ അലോട്ട്മെൻറ്റ് സെക്യൂരിറ്റീസ് ക്യാൻ ബി മെയ്ഡ്. ഒരു അലോട്ട്മെൻറ്റ് സെക്യൂരിറ്റീസ് ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്
മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ സാധിക്കില്ല. ഇഫ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് നോട്ട് റീച്ച്ഡ് ദ അപ്ലിക്കേഷൻ മണി മസ്റ്റ് ബി റീഫണ്ടഡ് വിത്തിൻ 15 days. നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷന് നമ്മൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി 15 ദിവസത്തിനകം തിരിച്ചു നൽകേണ്ടതാണ്. ഇഫ് ദ റീഫണ്ട് ഈസ് നോട്ട് മെയ്ഡ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ദ കമ്പനി ഡയറക്ടേഴ്സ് ലയബിൾ ടു റീപേ ദ മണി ദ ഇൻട്രസ്റ്റ് 50% പെർ ആനം. ഇവിടെ നമ്മൾ റീഫണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ അതിൻ്റെ മേൽ 50% ഇൻട്രസ്റ്റ് നമ്മൾ ആ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ഡയറക്ടർ അതിന് ലയബിൾ ആയിരിക്കും. ഇത് കോസ്റ്റ് അക്കൗണ്ടില്ല, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. ഈ വിഷയം അതിൽ പഠിക്കാനുണ്ട്. Misstatement and misrepresentation of prospects. A misstatement in a prospect refers to a statement that is misleading in form. A misstatement in a prospect refers to a statement that is misleading in form or context or omission of material fact that could lead to misleading information. എന്താണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിസ്ലീഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഒമിഷനോ ആണ്. ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടുകളൽ, എന്തെങ്കിലും കൃത്രിമത്വം, എന്തെങ്കിലും വീഴ്ച വരിക. നമ്മൾ മെറ്റീരിയൽ ഓഫ് ഫാക്റ്റിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ച വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീഴ്ച വരികയോ അതിലെന്തെങ്കിലും തെറ്റ് വരികയോ ചെയ്യുക. അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. Even if the statement are true, the omission of important fact could render the prospects fraudulent. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ തന്നെ കൂടെ അതിലെന്തെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്റ്റ് ഒമിഷൻ വരികയാണെങ്കിൽ, വീഴ്ച വരികയോ നമ്മൾ വിട്ടുകളയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? പ്രോസ്പെക്റ്റ് ഫ്രോഡുലൻ്റ് ആയിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യുക, അഥവാ ഫ്രോഡുലൻ്റ് പ്രോസ്പെക്ട്സ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ്. ഇങ്ങനെയുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സിന് എതിരെയുള്ള ക്രിമിനൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? അറൈസസ് ഫോർ anyone responsible for the issuing a prospect with the untrue or misleading statement. ഇതിന് ആരൊക്കെയാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഈ കള്ളത്തരം ചെയ്തിട്ടും അൺട്രൂ ആയിട്ടുള്ള മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ആരൊക്കെയാണോ പ്രോസ്പെക്ട്സിൽ കള്ളത്തരം നടത്തിയത് ആരാണോ ആ വ്യക്തിയായിരിക്കും ഇതിന് റെസ്പോൺസിബിളും. സിവിൽ ലയബിലിറ്റി എന്താണ്? ദോസ് ഹു ഹാസ് സബ്സ്ക്രൈബ്ഡ് ടു ഷെയർ ഓൺ ദ ബേസ് ഓഫ് മിസ്ലീഡിങ് പ്രോസ്പെക്ട്സ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ. ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് വെച്ചിട്ട് ആരൊക്കെയാണോ ഷെയർ നമ്മൾ കമ്പനിയിൽ ഷെയർ ക്യാപിറ്റൽ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ക്രിമിനൽ ലയബിലിറ്റി. ഇഫ് എ പ്രോസ്പെക്ട് ഇസ് ഫൗണ്ട് ടു ബി ഫ്രോഡുലന്റ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ക്യാൻ ബി ഫേസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം ഓഫ് 6 months to 10 years ആൻഡ് ഫൈൻസ്. ഈ ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ പ്രോസ്പെക്ട്സിൽ ആരാണോ ഫ്രോഡുലൻ്റ് അല്ലെങ്കിൽ ആരാണോ കള്ളത്തരം നടത്തിയിരിക്കുന്നത്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ഒമിഷൻസോ നടത്തിയിരിക്കുന്നത് ആരാണോ ആ വ്യക്തിയാണ് ഇതിന് റെസ്പോൺസിബിൾ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നമുക്ക് തടങ്കലിൽ വെക്കാം, ജയിലിലിടാം. 6 months തൊട്ട് 10 years വരെ ഇംപ്രിസൺമെൻറ്റും അതുപോലെ ഫൈൻസും അയാളതിന് ബാധ്യസ്ഥനാണ്. ഡിഫൻസ് ഫോർ ലയബിലിറ്റീസ്. എ പേഴ്സൺ ക്യാൻ ഡിഫെൻഡ് ദംസെൽസ് ബൈ proving they were not aware of the misstatements or that they had reasonable grounds to believe the statement were true. ഇവിടെ പറയുന്നത് ഇനി ഡിഫൻസ് ഫോർ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ ആരെയാണോ ഈ ഫ്രോഡുലൻറ്റ് പ്രോസ്പെക്ട്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നമ്മൾ പ്രതി ചേർത്തിരിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യാം. എങ്ങനെ? അയാൾ കുറ്റക്കാരനല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടും അയാൾ ആ മിസ്സ്റ്റേറ്റ്മെൻറ്റിന് അവെയർ ആയിരുന്നില്ല എന്നും അയാൾക്ക് റീസണബിൾ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന് എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നും വിശ്വാസപരമായുള്ള സ്റ്റേറ്റ്മെൻറ്റ് അയാൾക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് ഫ്രെയിം ചെയ്യുന്നതിനുള്ള ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് പ്രോസ്പെക്ട് മസ്റ്റ് ബി പ്രൊവൈഡ് ആക്യുറേറ്റ്, ട്രൂത്ത്ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. നത്തിങ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഫാക്ട് അൺലെസ് it is true and no material fact should be omitted.
ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് ആൻ ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻ. ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്പെക്ട്സ് ആക്യുറേറ്റ് ആയിരിക്കണം, വിശ്വാസയോഗ്യമുള്ളതായിരിക്കണം, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അടങ്ങിയിരിക്കണം. ഒന്നും തന്നെ ഒരു ഫാക്ടേഴ്സും ഒരു മെറ്റീരിയൽ ഫാക്ടറും പോലും അതിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് സത്യമായിരിക്കണം പ്രോസ്പെക്ട്സിലുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അടുത്ത അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ ഫിക്ഷ്യസ് നിയമം. ഇവിടെ പറയുന്നത് സെക്ഷൻ 38 പ്രകാരം പ്രൊഹിബിറ്റ് മേക്കിംഗ് അപ്ലിക്കേഷൻ ഇൻ ഫിക്ഷ്യസ് നെയിം ഓർ inducing a company to allot share in such names. This is considered fraud and those involved in punished with imprisonment 6 months to 10 years and fines. ഇവിടെ പറയുന്നത് വ്യാജ പേരിൽ കെട്ടിച്ചമച്ച കൃത്രിമമായിട്ടുള്ള പേരിൽ ഒരു കമ്പനി മറ്റുള്ളവരെ അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാണ്, അതിൽ പെടുത്തിക്കൊണ്ട് അവരെ പ്രോസ്പെക്ട്സ് ഒരു വ്യാജ പേരിൽ ഇറക്കിക്കൊണ്ട് അപ്ലിക്കേഷൻ മണി വാങ്ങുക അല്ലെങ്കിൽ ഷെയർ വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഫ്രോഡാണ്. അതിനെന്ത് പണിഷ്മെൻറ്റും ലഭിക്കുന്നതാണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് എന്തൊക്കെയാണ്? 6 months തൊട്ട് 10 years വരെയുണ്ട്. അതുപോലെ ഫൈൻ നൽകേണ്ടതായിട്ട് വരും. വ്യാജമായ പേരിൽ കമ്പനി മറ്റുള്ള ഷെയർ അലോട്ട് ഷെയർ ഇൻ സച്ച് നെയിം, വ്യാജ പേരിൽ അല്ലെങ്കിൽ കമ്പനീൻ്റെ പേരിലായിട്ടും നമ്മൾ ഷെയർ വിൽക്കുന്നതാണ്. അങ്ങനെയുള്ളത് ഫ്രോഡുലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇംപ്രിസൺമെൻറ്റും ഫൈനും നൽകേണ്ടതായിട്ട് വരും. The company must also explicitly mention these provisions in every prospect issued. ഈ കമ്പനി എന്ത് ചെയ്യണം? അവരുടെ പ്രോസ്പെക്ട്സിൽ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ കമ്പനി അവരുടെ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ട്സിൽ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ നിബന്ധനകളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അനൗൺസിങ് പ്രപ്പോസ്ഡ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. While it is not legally required, companies often make public announcement about their proposed security offering through the newspaper raise awareness. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അത്യാവശ്യമൊന്നും ലീഗലി റിക്വയർഡ് അല്ല എന്നതിനാൽ കൂടി കമ്പനി സാധാരണഗതിയിൽ പബ്ലിക് അനൗൺസ്മെൻറ്റ്സ് നടത്താറുണ്ട് അബൌട്ട് ദിയർ പ്രപ്പോസ്ഡ് സെക്യൂരിറ്റീസ്, അവരുടെ സെക്യൂരിറ്റി പ്രപ്പോസ് ചെയ്യുന്നതിനും ഓഫർ ചെയ്യുന്നതിനും ത്രൂ ദ ന്യൂസ് പേപ്പർ ആൻഡ് റൈസ് അവയർനെസ്. അവർ ന്യൂസ് പേപ്പർ വഴി ജനങ്ങളിലേക്ക് അവരുടെ സെക്യൂരിറ്റീസിൻ്റെ ഓഫറിങ്സ് പ്രപ്പോസലും നൽകാറുണ്ട്. ദിസ് അനൗൺസ്മെൻറ്റ് മസ്റ്റ് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഫുൾ പ്രോസ്പെക്ട്സ്. ഈ അനൗൺസ്മെൻറ്റിനെ പ്രോസ്പെക്ട്സുമായിട്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. ആൻഡ് ദ കമ്പനി മസ്റ്റ് ഇൻക്ലൂഡ് സർട്ടൻ ബേസിക് ഡീറ്റെയിൽസ് സച്ച് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഇഷ്യൂ, ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനി എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? സർട്ടൻ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓഫ് ദ ഇഷ്യൂ, ഇത് ഇഷ്യൂ ചെയ്യാനുള്ള ലക്ഷ്യം എന്താണ്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. Liabilities for the fraudulent inducement. Any individual who fraudulently induced other person to invest security by making false and misleading statement or by concealing matters fact can face penalties including imprisonment, fines. That fine may be up to 3 times the amount involved in fraud. ഇവിടെ പറയുന്നത് ഫ്രോഡുലൻ്റ് ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരാൾ സെക്യൂരിറ്റീസ് ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോൾസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ തെറ്റായതോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് മെറ്റീരിയൽ ഫാക്ട് മറച്ചു വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പിഴ ചുമത്താവുന്നതാണ്. ഇംപ്രിസ്മെൻറ്റും ജയിലിലടക്കാനും അതുപോലെ തന്നെ ഫൈനും അയാൾ നൽകേണ്ടതായിട്ട് വരും. ഫ്രോഡായിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് ഒരു വ്യക്തി കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫൈനും അതുപോലെ ഇംപ്രിസൺമെൻറ്റും ഉണ്ടാകും. ഫൈന് വരുന്നത് എത്രയാണോ എമൗണ്ട് ആ വ്യക്തി അടച്ചതിൻ്റെ 3 times 3 മടങ്ങ് പണം അയാൾ എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൻസേഷനായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്.